KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജനീഷും മന്ത്രിമാരായി അധികാരമേറ്റത് മെയ് മാസം 18-ന്. 1.5 മാസം പിന്നിട്ടിട്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇവർക്ക് പകരക്കാരെ കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ ആയിട്ടില്ല. നിയമപരമായി തെറ്റല്ലെങ്കിലും മന്ത്രിമാർ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് ധാർമ്മികപരമായി ശരിയല്ലെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം കാണില്ല. നൂറുകണക്കിന് ജനകീയ പ്രശ്നങ്ങളാണ് ഒരു മന്ത്രിക്ക് ദിവസേന പരിഹരിക്കേണ്ടി വരുന്നത്. ജനങ്ങൾക്ക് പൂർണ്ണമായി അവകാശപ്പെട്ട ഈ സമയമാണ് പാർട്ടി കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രിമാർക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത്. MP-മാരും MLA-മാരും പാർട്ടിയെ നയിക്കുന്നത് പതിവാണെങ്കിലും മന്ത്രിമാർ ഈ പദവികൾ കൈവശം വെക്കുന്നത് കോൺഗ്രസിൽ പോലും പുതുമയുള്ള കാര്യമാണ്. 2004-ൽ K മുരളീധരൻ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായപ്പോഴും 2014-ൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായപ്പോഴും KPCC പ്രസിഡന്റ് സ്ഥാനം താമസം കൂടാതെ ഒഴിഞ്ഞിരുന്നു എന്നതാണ് ചരിത്രം. ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളായ CPM-ന്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. 2022-ൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോൾ അന്ന് 2ാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന MV ഗോവിന്ദനെയാണ് പാർട്ടി പകരം തെരഞ്ഞെടുത്തത്. ഓഗസ്റ്റ് 28-ന് സെക്രട്ടറിയായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം വെറും 5-ാം നാൾ, അതായത് സെപ്റ്റംബർ 2-ന് തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പൂർണ്ണമായും സംഘടനാ ചുമതലയിലേക്ക് മാറിയിരുന്നു. അതിനു മുൻപ്, അതായത് 1998-ൽ ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും താൻ വഹിച്ചിരുന്ന വൈദ്യുതി മന്ത്രിസ്ഥാനം ഒട്ടും വൈകാതെ രാജിവെച്ച ചരിത്രമാണുള്ളത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് പലരും ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നുണ്ടെങ്കിലും കാര്യമായ ചർച്ചകൾ പോലും ഈ വിഷയത്തിൽ നടക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിയെ നയിക്കാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് UDF-ന് കേരള ജനത മിന്നും ജയം സമ്മാനിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം ഓർത്താൽ നല്ലത്.